നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാംനാഥ് കോവിന്ദ് ഇന്ത്യയുടെ 14ാമത് രാഷ്ട്രപതി. വിജയം 65.65% വോട്ട് നേടി. ഗുജറാത്ത്, ഗോവ, ചണ്ഡീഗഡ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ചേരിമാറി വോട്ട് ചെയ്തു. മീരാകുമാറിന് കേരളത്തിൽ മാത്രം ഭൂരിപക്ഷം. ഡാമിൽ കാണാതായ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെടുത്തു. ഇന്ന് കണ്ടെത്തിയത് കോഴിക്കോട് നെല്ലിപ്പൊയിൽ കാട്ടിലിടത്ത് സച്ചിൻ ചന്ദ്രന്റെ മൃതദേഹം. ബിവറേജ് വിരുദ്ധ സമരം കേസിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടക്കം 11 പേർക്ക് ജാമ്യം. തോരാമഴയത്തും തോടുപുറമ്പോക്കിൽ വെള്ളപ്പൊക്ക ഭീഷണിയിൽ ആദിവാസി കുടുംബം. അരയ്ക്ക് താഴെ തളർന്ന വൃദ്ധയുമായി പോംവഴിയില്ലാതെ കുടുംബം കർക്കിടക മഴയിൽ. കൃഷി ചെയ്ത് ജീവിക്കുന്നയാൾ പുതിയ റേഷൻ കാർഡിൽ സൈനികൻ. പാവം കാർഡുടമ യോഗ്യതാ ലിസ്റ്റിൽ നിന്ന് പുറത്ത്. വൈകിയെങ്കിലും കാലവർഷത്തിൽ മതിമറന്ന് കർഷകർ. വെള്ളം നിറഞ്ഞ പാടങ്ങളിൽ എങ്ങും നിലമൊരുക്കം. റെയിൽവേ അടക്കം വിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ വയനാടിനെ അവഗണിക്കുകയാണെന്ന് കെ എബ്രഹാം. വിശദമായ വാർത്തകളിലേക്ക്. രാംനാഥ് കോവിന്ദ് ഇന്ത്യയുടെ 14ാമത് രാഷ്ട്രപതി. 65.65% വോട്ട് നേടിയാണ് പ്രതിപക്ഷത്തിന്റെ മീരാകുമാറിനെ പിന്നിലാക്കി രാംനാഥ് കോവിന്ദ് രാഷ്ട്രപതി പദത്തിലെത്തുന്നത്. 7,02,644 കോവിന്ദിന് ലഭിച്ച വോട്ട് മൂല്യം. മീരാകുമാറിന് 3,67,314 വോട്ട് ലഭിച്ചു. കേരളത്തിൽ മാത്രമാണ് മീരാകുമാർ മുന്നിലെത്തിയത്. 138 MLA-മാർ മീരാകുമാറിനും ഒരാൾ രാംനാഥ് കോവിന്ദിനും വോട്ട് ചെയ്തു. ഗുജറാത്ത്, ഗോവ, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് MLA-മാർ ചേരിമാറി വോട്ട് ചെയ്തു. ചൊവ്വാഴ്ച കോവിന്ദ് പുതിയ രാഷ്ട്രപതിയായി സത്യപ്രതിജ്ഞ ചെയ്യും. ബീഹാർ ഗവർണർ സ്ഥാനം രാജിവെച്ചാണ് കോവിന്ദ് സർവ്വസൈന്യാധിപനായുള്ള മത്സരത്തിനിറങ്ങിയത്. ദളിത് വിഭാഗത്തിൽ നിന്നുള്ള രണ്ടാമത്തെ രാഷ്ട്രപതിയാണ് അദ്ദേഹം. പ്രഥമ പൗരനാകുന്ന ആദ്യ RSSകാരനാണ് രാംനാഥ് കോവിന്ദ്. 1991 മുതൽ BJP-യിലാണ്. BJP ദേശീയ വക്താവായും ദളിത് മോർച്ച അധ്യക്ഷനായും പ്രവർത്തിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, വയനാട് ന്യൂസ്. ബാണാസുര സാഗർ ഡാമിൽ കൊട്ടത്തോണി മറിഞ്ഞ് കാണാതായ ഒരാളുടെ മൃതദേഹം കൂടി ഇന്ന് കണ്ടെടുത്തു. നാവികസേന ഇന്ന് കാലത്ത് നടത്തിയ തെരച്ചിലിലാണ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടത്. കോഴിക്കോട് നെല്ലിപ്പൊയിൽ കാട്ടിലടത്ത് സച്ചിൻ ചന്ദ്രന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച മൃതദേഹം ഇൻക്വസ്റ്റിനും പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. കാണാതായ 4 പേരിൽ 3 പേരുടെ മൃതദേഹം ഇന്നലെയും ഇന്നുമായി കണ്ടെടുത്തു. പടിഞ്ഞാറേക്കുടിയിൽ വിൽസൺ, മണിത്തൊട്ടിൽ മെൽവിൻ എന്നിവരുടെ മൃതദേഹമാണ് ഇന്നലെ കണ്ടെത്തിയത്. കൊട്ടത്തോണിയും കണ്ടെടുത്തിരുന്നു. തെരച്ചിൽ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. നാവികസേനയും ഫയർഫോഴ്സിന്റെ ഡൈവിംഗ് സ്ക്വാഡും ഇന്നും തെരച്ചിലിൽ പങ്കെടുത്തു. ഇവർ തെരച്ചിൽ അവസാനിപ്പിച്ച് ഇന്ന് തിരിച്ചു പോകുമെന്ന് സൂചനയുണ്ട്. പ്രാദേശികമായി തിരച്ചിൽ നാളെയും തുടരും. ഞായറാഴ്ച അപകടമുണ്ടായ ദിവസം മുതൽ പെയ്യുന്ന ശക്തമായ മഴയും കാറ്റും തെരച്ചിലിനെ തടസ്സപ്പെടുത്തുന്നുണ്ട്. കണ്ടെത്താനുള്ളയാൾ വെള്ളത്തിനകത്ത് വൃക്ഷാവശിഷ്ടങ്ങൾക്കിടയിലോ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലോ കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യതയാണ് അധികൃതർ സംശയിക്കുന്നത്. വെള്ളം ശക്തിയായി ഇളക്കിയുള്ള തെരച്ചിലാണ് കഴിഞ്ഞ ദിവസം നടത്തിയത്. ഇത് ഫലം കണ്ടു. ഇന്നും പുലർച്ചെ ഇങ്ങനെ ചെയ്തിരുന്നു. കൊട്ടത്തോണി അപകടമുണ്ടായതിന്റെ എത്രയോ അകലെ നിന്നാണ് മൃതദേഹങ്ങൾ 3 കണ്ടെത്തിയത്. ന്യൂസ് ടീം, വയനാട് ന്യൂസ്. ബാണാസുര റിസർവോയറിലുണ്ടായ അപകടത്തിൽ മരണപ്പെട്ട തരിയോട് പടിഞ്ഞാറേക്കുടിയിൽ വിൽസന്റെ കുടുംബം ഇനി അനാഥം. രോഗിയായ ഭാര്യയും പറക്കമുറ്റാത്ത 2 മക്കളും താമസിക്കുന്ന വീട്ടിലേക്ക് നടന്നു പോകാൻ പോലും വഴിയില്ലാത്ത ദുർഘട തുരുത്തിലാണ് കുടുംബത്തെ തനിച്ചാക്കി വിൽസൺ യാത്രയായത്. ഒരു പ്രദേശത്തെയാകെ പറിച്ചു നടപ്പെട്ട പടിഞ്ഞാറത്തറ ബാണാസുര ഡാം പദ്ധതിയുടെ ജീവിക്കുന്ന രക്തസാക്ഷികളായിരുന്നു പടിഞ്ഞാറേക്കുടിയിൽ വിൽസണും കുടുംബവും. 1985 മുതൽ താമസിച്ചു വരുന്ന ഭൂമിയിലേക്കുള്ള റോഡും അയൽക്കാരെയുമെല്ലാം പദ്ധതിക്ക് വേണ്ടി അക്വയർ ചെയ്യപ്പെട്ടപ്പോൾ തുരുത്തിൽ വിൽസൺ ഉൾപ്പെടെ അവശേഷിച്ചത് ഏതാനും കുടുംബങ്ങൾ മാത്രം. കച്ചവടക്കണ്ണുമായി ബാണാസുര ഡാം റിസർവോയർ ഓരങ്ങളിലേക്ക് റിസോർട്ട് ഭൂമാഫിയകൾ ഭൂമി കൈവശപ്പെടുത്താനായി എത്തിയപ്പോൾ അയൽവാസികൾ കിട്ടിയ വിലയ്ക്ക് കൈവശമുള്ള ഭൂമി വിറ്റ് ദൂരദിക്കുകളിലേക്ക് പോയി. വീടിനു ചുറ്റും റിസോർട്ട് മാഫിയ ഭൂമി കൈവശപ്പെടുത്തിയപ്പോൾ വിൽസന്റെ വീട്ടിലേക്ക് നടന്നു പോകാനുള്ള നടവഴി പോലും നഷ്ടമായി. രോഗം പിടിപെട്ടാൽ പോലും ഈ ദുർഘടസ്ഥിതി പിന്നിട്ട് വേണം കുടുംബത്തിന് ചികിത്സ തേടാൻ. ഇന്നലെ വിൽസന്റെ മൃതദേഹം വീട്ടുവളപ്പിലെത്തിക്കാനും ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർക്ക് അന്ത്യോപചാരം അർപ്പിക്കാനായി വീട്ടിലെത്താനും അനുഭവിച്ച പ്രയാസങ്ങൾ വിവരണാതീതമാണ്. രോഗിയായ ഭാര്യയും
ഭാര്യാമാതാവും 2 കുട്ടികളുമാണ് കുടുംബത്തിൽ അവശേഷിക്കുന്നത്. തരിയോട് നിർമ്മല ഹൈസ്കൂളിലെ 8-9 ക്ലാസുകളിലെ വിദ്യാർത്ഥികളുടെ തുടർ പഠനവും കുടുംബത്തിന്റെ ദൈനംദിന ചിലവുകളും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ചോദ്യചിഹ്നം അവശേഷിപ്പിച്ചാണ് ഇന്നലെ വിൽസന്റെ സംസ്കാര ചടങ്ങിലെത്തിയവർ പിരിഞ്ഞുപോയത്. വയനാട് ന്യൂസ്, പടിഞ്ഞാറത്തറ. 2-3 വർഷം കൂടുമ്പോൾ അവധിക്ക് നാട്ടിലെത്തുന്ന പ്രവാസികൾക്ക് അവധിക്കാലം ആഘോഷമാണ്. എന്നാൽ അവധിക്ക് വരുമ്പോഴൊക്കെ ജീവൻ പണയപ്പെടുത്തി സേവന പ്രവർത്തനങ്ങൾ നടത്തുകയാണ് 6 ചെറുപ്പക്കാർ. ഗൾഫ് രാജ്യങ്ങളിലെ ആഴക്കടലുകളിൽ മുങ്ങൽ വിദഗ്ധനായ ബത്തേരി അമ്മായിപ്പാലം സ്വദേശി PS സജീഷിന്റെ നേതൃത്വത്തിൽ 6-അംഗ സംഘമാണ് തുർക്കി ജീവൻ രക്ഷാ സമിതിയുടെയും ഫയർഫോഴ്സിന്റെയും നേവിയുടെയും കൂടെ കഴിഞ്ഞ 3 ദിവസമായി ബാണാസുരയിൽ കൊട്ടത്തോണി മറിഞ്ഞ് കാണാതായവർക്ക് വേണ്ടി ഡാമിൽ മുങ്ങിത്തപ്പാൻ ഇറങ്ങിയത്. ഗൾഫ് രാജ്യങ്ങളിൽ ആഴക്കടലിലും ജലാശയങ്ങളിലും മുങ്ങി ജോലി ചെയ്തു വരുന്ന വയനാട് ബത്തേരി അമ്മായിപ്പാലം സ്വദേശി PS സജീഷ് കഴിഞ്ഞ ആഴ്ചയാണ് അവധിക്ക് നാട്ടിലെത്തിയത്. 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ബാണാസുര സാഗർ അണക്കെട്ടിൽ കൊട്ടത്തോണി മറിഞ്ഞ് 4 പേരെ കാണാതായത്. ബേപ്പൂരിൽ ഗുഡ്വേ ഡൈവിംഗ് എന്ന സ്ഥാപനം നടത്തുന്ന പിതാവ് സദാനന്ദനാണ് അപകട വിവരം അറിയിച്ചത്. രക്ഷാപ്രവർത്തനത്തിന് ഡാമിലേക്ക് പോകണമെന്ന് പറഞ്ഞതും പിന്നെയൊന്നും സജീഷ് ആലോചിച്ചില്ല. സഹോദരൻ ജിനേഷിനെയും അച്ഛനെയും കൂട്ടി പടിഞ്ഞാറത്തറയ്ക്ക് പോകാനായി തീരുമാനിച്ചു. സഹായത്തിനായി മൂലങ്കാവ് സ്വദേശി വിനുരാജിനെയും വിളിച്ചു. ഇന്ത്യയിൽ അറിയപ്പെടുന്ന മുങ്ങൽ വിദഗ്ധനാണ് വിനുരാജ്. കഴിഞ്ഞ 5 വർഷമായി ഗൾഫിലാണ് ജോലി. വെള്ളത്തിൽ മുങ്ങി മരിച്ച നിരവധി പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്ത് പരിചയമുള്ള ആളാണ് വിനുരാജ്. ഡാം സൈറ്റിലെത്തിയപ്പോഴേക്കും കൂട്ടുകാരായ ബത്തേരി സ്വദേശികളായ ബിബിൻ, ശ്രീജിത്ത്, അമൽ, ഇനോഷ്, പാലക്കാട് സ്വദേശി ധനൂപ്, അങ്കമാലി സ്വദേശി വിൽസന്റ്, മഞ്ചേരി സ്വദേശി ബാസിം എന്നിവരുമെത്തി. ഇവരും ഗൾഫിലും നാട്ടിലുമായി ഡൈവിംഗ് ജോലി ചെയ്യുന്നവരാണ്. കൽപ്പറ്റ തുർക്കി ബസാറിലെ ജീവൻ രക്ഷാസമിതി അംഗങ്ങളും ഫയർഫോഴ്സും അപ്പോഴേക്കും തിരച്ചിൽ ആരംഭിച്ചിരുന്നു. ഇവരോടൊപ്പം കാറ്റിനെയും മഴയെയും വകവയ്ക്കാതെ ഡാമിലെ ജലാശയത്തിൽ 3 ദിവസവും മുങ്ങിത്തപ്പി. ഇതിനിടെ കൊച്ചിയിൽ നിന്നും 6-അംഗ നാവികസേനയും എത്തിയിരുന്നു. സംഘടിതരായി തിരഞ്ഞെങ്കിലും മൃതദേഹങ്ങൾ കണ്ടെത്താനായില്ല. ബുധനാഴ്ച രാവിലെ മെൽവിന്റെയും വിൽസന്റെയും മൃതദേഹങ്ങളും വ്യാഴാഴ്ച രാവിലെ സച്ചിന്റെ മൃതദേഹവും അപകടം നടന്ന സ്ഥലത്തു നിന്നും 1.5 കിലോമീറ്റർ അകലെ വെള്ളത്തിൽ പൊങ്ങുകയായിരുന്നു. മൃതദേഹങ്ങൾ ലഭിക്കും വരെയും ഈ സംഘം തിരച്ചിൽ തുടർന്നു. അവധിക്ക് വരുമ്പോഴെല്ലാം ഇത്തരത്തിലുള്ള സേവനങ്ങൾക്ക് ഇവർ എത്താറുണ്ട്. കഴിഞ്ഞ വർഷവും ഈ വർഷവും ഇത് ആവർത്തിച്ചു. ഡാം സൈറ്റ്, കപ്പൽശാല എന്നിവിടങ്ങളിലാണ് ഇവരുടെ പ്രധാന ജോലി. അനബൂർഗീസ്, വയനാട് ന്യൂസ്, കൽപ്പറ്റ. ബീവറേജ് ഔട്ട്ലെറ്റ് വിരുദ്ധ സമരത്തിൽ പനമരം പോലീസ് പ്രതി ചേർത്ത ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അസ്മത്ത് അടക്കം 11 പേർക്ക് കൽപ്പറ്റ ജില്ലാ കോടതി ജാമ്യം അനുവദിച്ചു. ബീവറേജ് ഔട്ട്ലെറ്റ് തുറക്കുന്നത് തടഞ്ഞതിനും പോലീസിനെ ആക്രമിച്ചതിനും ഉൾപ്പെടെയാണ് കണ്ടാലറിയാവുന്ന 100ഓളം പേർക്കെതിരെ പനമരം പോലീസ് ക്രിമിനൽ കേസെടുത്തത്. പനമരം കോഴിക്കോട് റോഡിൽ പ്രവർത്തിച്ചിരുന്ന ബിവറേജ് ഔട്ട്ലെറ്റ് നീരട്ടാടി റോഡിലെ കോട്ടക്കുന്നിൽ ഹോപ്പ് കെട്ടിടത്തിൽ തുറന്നു പ്രവർത്തിക്കുന്നതിനെതിരെ ഈ മാസം 13-ാം തീയതി ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരമാണ് പോലീസിനു നേരെ കല്ലേറും പോലീസിന്റെ ലാത്തിചാർജുകൾ ഉൾപ്പെടെ സംഭവങ്ങളിലും കലാശിച്ചത്. സംഭവത്തിൽ കണ്ടാലറിയാവുന്ന 100ഓളം പേർക്കെതിരെ പനമരം പോലീസ് കേസെടുത്തു. പോലീസിന്റെ കൃത്യനിർവഹണം തടയൽ, പോലീസിനെ ആക്രമിക്കൽ, ബിവറേജ് ഔട്ട്ലെറ്റ് കെട്ടിടത്തിനു നാശനഷ്ടം വരുത്തൽ തുടങ്ങിയ ക്രിമിനൽ കുറ്റങ്ങൾ ചുമത്തി 11 പേർക്കാണ് ഇന്ന് കൽപ്പറ്റ ജില്ലാ കോടതി ജാമ്യം നൽകിയത്. സമരക്കാർക്കിടയിൽ നിന്ന് ആരോ പോലീസിനെ കല്ലെറിഞ്ഞതാണ് സംഘർഷം രൂക്ഷമാക്കിയത്. കല്ലേറിൽ കമ്പളക്കാട് SI മുഹമ്മദിന് തലയ്ക്ക് മുറിവ് പറ്റിയിരുന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അസ്മത്ത്, കോൺഗ്രസ് നേതാവ് PJ ജോയ് എന്നിവരും കേസിൽ പ്രതികളാണ്. കഴിഞ്ഞ ദിവസം 3 പേർ പോലീസിൽ കീഴടങ്ങിയിരുന്നു. അബ്ദുള്ള, വയനാട് ന്യൂസ്, പനമരം. വീട് ബാറാക്കി മദ്യക്കച്ചവടം നടത്തിവന്ന മേപ്പാടി താഴെയരപ്പറ്റ മട്ടത്ത് പാടിച്ചന്ദ്രന്റെ വീട്ടിൽ നിന്ന് പോലീസ് 6.5 ലിറ്റർ വിദേശമദ്യം പിടികൂടി. പാടിച്ചന്ദ്രൻ എന്ന് വിളിക്കുന്ന കുട്ടിഗംഗൻ ഓടി രക്ഷപ്പെട്ടു. വീട്ടിൽ സ്ഥിരമായി മദ്യം കഴിക്കാൻ ആളുകളെത്തുകയും വീട്ടിൽ വെച്ച് മദ്യം വിൽപ്പന നടത്തുകയുമാണെന്ന സ്ത്രീയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മേപ്പാടി പോലീസ് സബ് ഇൻസ്പെക്ടർ R രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിലാണ് ചെറുതും വലുതുമായ ബോട്ടിലുകൾ ഉൾപ്പെടുന്ന മദ്യശേഖരം പിടികൂടിയത്. ഈ തിരക്കിനിടയിൽ പ്രതി സമർത്ഥമായി ഓടി രക്ഷപ്പെട്ടു. താഴെയരപ്പറ്റയിൽ വ്യാപകമായ മദ്യവിൽപ്പനയും മറ്റു ലഹരി വസ്തുക്കളുടെ വിൽപ്പനയും സജീവമാണെന്നും പോലീസ് ഇത് നിരീക്ഷിച്ചു വരികയാണെന്നും മറ്റു വിൽപ്പനക്കാരെയും അധികം താമസിയാതെ പിടികൂടുമെന്നും മേപ്പാടി പോലീസ് പറഞ്ഞു. വിളിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പല പ്രാവശ്യം ഇയാളെ അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്തിയില്ല. ഇന്ന് രഹസ്യമായിട്ട് വീട്ടിലെത്തി നോക്കുമ്പോൾ പ്രതി ഓടിപ്പോയി. അങ്ങനെയാണ് സാധനം വീട്ടിൽ കുടിച്ച് വിൽപ്പന നടത്തുന്നതായി കണ്ടെത്തിയാണ് സന്തോഷം. സാജർ പുത്തലൻ, വയനാട് ന്യൂസ്, മേപ്പാടി. എക്സൈസ് ഉദ്യോഗസ്ഥർ കള്ളക്കേസിൽ കുടുക്കിയ മകൻ മാസങ്ങളായി ഒളിവിലാണെന്നും മകനെക്കുറിച്ച് ഒരു വിവരവുമില്ലെന്നും പരാതിയുമായി അമ്മ സരോജിനി. എക്സൈസ് അധികൃതർക്കും വകുപ്പ് സെക്രട്ടറിക്കും പരാതി നൽകിയിട്ടും ഒരു നടപടിയുമില്ലെന്ന് മേപ്പാടി പുറ്റാട് സരോജിനി.
കഴിഞ്ഞ വർഷം ഉത്രാടം നാളിലാണ് ഗോപാലകൃഷ്ണൻ വീട്ടിൽ വ്യാജ ചാരായം സൂക്ഷിച്ചിട്ടുണ്ടെന്ന ആരോപണം ഉന്നയിച്ച് ഒരു സംഘം എക്സൈസ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി പരിശോധന നടത്തിയതെന്ന് സരോജിനി പറഞ്ഞു. ചാരായം കണ്ടെത്താനായില്ല. വീടിന്റെ മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന അയൽവാസിയുടെ മോട്ടോർ ബൈക്ക് കസ്റ്റഡിയിലെടുത്ത് എക്സൈസ് സംഘം മകന്റെ പേരിൽ കള്ളക്കേസ് ചുമത്തുകയായിരുന്നെന്നും കേസു ഭയന്ന ഒളിവിൽ പോയ മകനെക്കുറിച്ച് ഇതുവരെ ഒരു വിവരവുമില്ലെന്നും സരോജിനി പറയുന്നു. ചാരായം ഉണ്ടോ ഞാൻ പറഞ്ഞു, ഇവിടെ ചാരായം ഒന്നുമില്ല, എൻ്റെ മകൻ ചാരായം കുടിക്കാറ്, നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു. പിന്നെ അവർ ഇതിലേക്ക് തപ്പുന്നുണ്ടായിരുന്നു. ഇവിടെ തപ്പിയിട്ട് ഇവിടെ നിന്നും കിട്ടിയിട്ടില്ല. ഇവിടെ നിറച്ചും തപ്പി. ഞാൻ അകത്തൊക്കെ കയറി തപ്പിക്കണം പറഞ്ഞു. അകത്ത് അവർ കയറിയിട്ടില്ല. പുറത്ത് ഒക്കെ തപ്പിയിട്ട് ഇവിടുന്ന് ഒരു സാധനം കിട്ടിയില്ല. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവർ ഇതിലേക്ക് തപ്പി നടന്ന് വന്നിട്ട് വീട്ടിലിരുന്ന ബൈക്ക്, അയൽവാസിയുടെ ബൈക്ക് വീട്ടിലേക്ക് എത്തിക്കാൻ പറ്റാഞ്ഞിട്ട് അവർ ഇവിടെ കൊണ്ട് വയ്ക്കൽ പതിവുള്ളതാണ്. ഇവിടുന്ന് ആ ബൈക്ക് അവരെടുത്തിട്ട് പോയി. ഈ ബൈക്ക് എടുത്തിട്ട് ചവിട്ടി ഷാർട്ടാക്കി പോയി. ഞാനിവർ വെറുതെ ഷാർട്ടാക്കണമെന്നാണ് വിചാരിച്ചത്. ബൈക്ക് കൊണ്ടുപോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പിന്നെ പോയി കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് എൻ്റെ മകൻ്റെ പേരിലാണ് ഈ കേസ്, ചാരായത്തിൻ്റെ പേരിൽ കേസ് വന്നേക്കുന്നത്. സത്യാവസ്ഥ ബോധ്യപ്പെടുത്തിയിട്ടും എക്സൈസ് അധികൃതർ നടപടിയെടുക്കാത്തത് കാരണം എക്സൈസ് വകുപ്പ് സെക്രട്ടറിക്ക് പരാതി നൽകുകയായിരുന്നു. എന്നിട്ടും നീതി ലഭിച്ചിട്ടില്ലെന്നാണ് ഗോപാലകൃഷ്ണന്റെ മാതാവ് പറയുന്നത്. കുടുംബത്തിന്റെ ഏക അത്താണിയാണ് ഗോപാലകൃഷ്ണൻ. മാസങ്ങളായിട്ടും ഭർത്താവ് തിരിച്ചെത്താത്തതിൽ മനം നൊന്ത് കഴിയുകയാണ് ഗോപാലകൃഷ്ണന്റെ ഭാര്യ അനീഷയും 2.5 വയസ്സായ മകളും. ചാരായം തേടിയെത്തിയ എക്സൈസ് സംഘം അയൽക്കാരന്റെ ബൈക്ക് മോഷ്ടിച്ചു വന്ന കള്ളക്കേസുണ്ടാക്കിയതിന്റെ പൊരുൾ ഇതുവരെ മനസ്സിലായിട്ടില്ലെന്ന് ഗോപാലകൃഷ്ണന്റെ കുടുംബം പറയുന്നു. ഇവർ മുറ്റത്ത് എടുക്കുന്ന ഒരു ബൈക്ക്, അത് നമ്മളതല്ലായിരുന്നു, തൊട്ടപ്പുറത്തുള്ള വീട്ടുകാരായിരുന്നു. അവരിവിടെ നിർത്തിയത്. ആ ബൈക്ക് എടുത്തിട്ട് പോയി. പിറ്റേ ദിവസം പത്രത്തിലുണ്ട്, റോട്ടിൽ നിന്ന് നമ്മളെ വീട്ടിന് കൊട്ടുമ്പോൾ എല്ലാ ജോയിൻ്റെ വീട്ടിൻ്റെ അവിടെ വെച്ചിട്ട് പിടിച്ചു എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം പത്രത്തിൽ 20 സാധനം പിടിച്ചു കൊണ്ടിട്ട് വന്ന്. അപ്പോഴാണ് ഞങ്ങൾ തന്നെ ഈ സംഭവം അറിയുന്നത്. സാജർ പുത്തലൻ, വയനാട് ന്യൂസ്, മേപ്പാടി. സ്വകാര്യ ആശുപത്രി നഴ്സുമാരുടെ പ്രശ്നങ്ങളോട് അനുഭാവം പ്രകടിപ്പിച്ച് ബത്തേരിയിലെ സ്നേഹത്തണൽ സ്വതന്ത്ര മൈതാനിയിൽ സപ്പോർട്ട് നഴ്സസ് എന്ന പരിപാടി സംഘടിപ്പിച്ചു. ആക്ടിവിസ്റ്റ് ദിനു ദിശ ഉദ്ഘാടനം ചെയ്തു. സ്നേഹത്തണൽ ചെയർമാൻ PG സുരേഷ് അധ്യക്ഷനായിരുന്നു. റെജി പാറയിൽ, ഷിബി ഷാജി, ഷൈനി ഷിബു എന്നിവർ സംസാരിച്ചു. അരയ്ക്ക് താഴെ തളർന്ന വൃദ്ധയുമായി തോട് പുറമ്പോക്കിൽ വെള്ളപ്പൊക്ക ഭീഷണിയിൽ ആദിവാസി കുടുംബം. ബത്തേരി തിരുനെല്ലി തോടിന് സമീപമാണ് താൽക്കാലിക കൂരയിൽ അമ്മിണിയും കുടുംബവും താമസിക്കുന്നത്. 4 വർഷമായി തോട് പുറമ്പോക്കിൽ ഈ കുടുംബം താമസിക്കുന്നുണ്ടെങ്കിലും അധികൃതരാരും ഇവരെ കണ്ട ഭാവം നടിക്കുന്നില്ല. മഴയിൽ വെള്ളം കയറിയാൽ അരയ്ക്ക് താഴെ തളർന്ന കറപ്പിയെയും കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് ഈ കുടുംബം. അമ്മിണിയും ഭർത്താവ് രവിയും ഇവരുടെ സഹോദരി അരയ്ക്ക് താഴെ തളർന്ന കറപ്പിയുമാണ് ഈ കൂരയിൽ നരകജീവിതം നയിക്കുന്നത്. കഴിഞ്ഞ 4 വർഷമായി ഇവർ ഈ തോടുപുറമ്പോക്കിൽ കൂര വെച്ച് കെട്ടി താമസം തുടങ്ങിയിട്ട് 6 വർഷം മുമ്പാണ് കറപ്പിക്ക് അസുഖം ബാധിച്ച് അരയ്ക്ക് താഴെ തളർന്നത്. അതിൽ പിന്നെ ഇവരെ നോക്കുന്നത് അമ്മിണിയും ഭർത്താവ് രവിയുമാണ്. പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ ഇവർക്ക് പരസഹായം വേണം. അതുകൊണ്ട് തന്നെ കറപ്പിയെ നോക്കാൻ സദാസമയവും അമ്മിണി ഇവരുടെ കൂടെ തന്നെ നിൽക്കുകയാണ്. അതിനാൽ ജോലിക്ക് പോകാനും അമ്മിണിക്ക് പറ്റുന്നില്ല. ഭർത്താവ് രവിക്ക് വല്ലപ്പോഴും ലഭിക്കുന്ന പുറംപണിക്ക് പോയി അതിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ വേതനം കൊണ്ട് വേണം 3 പേരുടെയും പട്ടിണി അകറ്റാൻ. കറപ്പിയുടെ ചികിത്സയും ഇതുകൊണ്ട് തന്നെ വേണം കഴിഞ്ഞു പോകാൻ. ഇതിനൊക്കെ പുറമെ ഇവിടുത്തെ ജീവിതവും ഭയപ്പാടിലാണ്. മഴ ശക്തി പ്രാപിച്ചതോടെ തോട് കരകവിഞ്ഞ് വെള്ളം കയറി തുടങ്ങി. ഏത് സമയത്തും താമസിക്കുന്ന കൂര വെള്ളമെടുക്കുമോ എന്ന ഭയപ്പാടിലാണ് ഈ കുടുംബം. അരയ്ക്ക് താഴെ തളർന്ന് കിടപ്പിലായ കറപ്പിയെയും കൊണ്ട് എങ്ങനെ രക്ഷപ്പെടുമെന്ന് ഇവർക്ക് ഒരു രൂപവുമില്ല. തകർന്നു വീഴാറായ കൂരയ്ക്കുള്ളിൽ നനഞ്ഞൊലിച്ച് നരകജീവിതമാണ് ഈ 3-അംഗ കുടുംബം തള്ളി നീക്കുന്നത്. കഴിഞ്ഞ 4 വർഷമായി ഈ കുടുംബം ഇവിടെ പുറമ്പോക്കിൽ നരകതുല്യമായ ജീവിതം നയിച്ചിട്ടും ഇവർക്കായുള്ള വകുപ്പിന് ഒന്നും തന്നെ ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. ഇങ്ങനെയൊരു കുടുംബം ഇവിടെയുണ്ടോ എന്ന് തന്നെ ഒരുപക്ഷെ വകുപ്പിന് അറിവുണ്ടാവില്ല. അങ്ങനെ വന്നാൽ നാളെ വെള്ളം കയറി ഈ കുടുംബം തന്നെ മഴവെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയാലും അധികൃതർക്ക് അതിനെക്കുറിച്ചും ആവലാതി ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ രോഗിനെയും കൊണ്ട് ഇവിടെ ഇരിക്കുകയാണ്. എനിക്ക് പണിക്ക് പോകാൻ പറ്റില്ല. വെള്ളം കൊണ്ട് ആണ് ഞങ്ങൾ ഈ പെര ചോരുന്നതിൽ ഞങ്ങൾ നിൽക്കുന്നത്. വെള്ളം കയറിയാൽ ഞങ്ങൾ അങ്ങയുടെ കാര്യമൊക്കെ പോയി ശബ്ദത്തിലാവും. വയനാട് ന്യൂസ്, ബത്തേരി. കൃഷി മാത്രം ചെയ്ത് ജീവിക്കുന്നയാൾ റേഷൻ കാർഡിൽ സൈനികനായപ്പോൾ കുടുംബത്തിന് അർഹമായ റേഷനും പടിക്ക് പുറത്തായി. പാടിച്ചിറ വാവശ്ശേരിയിൽ മേരിക്ക് അനുവദിച്ച പുതിയ റേഷൻ കാർഡിലാണ് കൃഷിക്കാരനായ മകൻ ബിജു സൈനികനായത്. നേരത്തെ BPL മുൻഗണനാ പട്ടികയിൽ സ്ഥാനമുണ്ടായിരുന്ന ഈ കുടുംബം ഇപ്പോൾ ഏറ്റവും ഉയർന്ന പൊതുവിഭാഗത്തിലാണ്. നേരത്തെ APL വിഭാഗത്തിൽപ്പെട്ട മേരിയുടെ കുടുംബത്തെയാണ് മുൻഗണനാ വിഭാഗത്തിൽ 3-ാം നമ്പറിൽ ചേർത്തത്. കഴിഞ്ഞ ദിവസം പുതിയ കാർഡ് ലഭിച്ചപ്പോഴാണ് ഉണ്ടായിരുന്ന ആനുകൂല്യങ്ങളും നഷ്ടമായത്. കൃത്യമായി ഫോമുകൾ പൂരിപ്പിച്ചു നൽകിയിരുന്നുവെന്ന് മേരി പറയുന്നു. കാർഡുടമ മേരിയും ഭർത്താവ് ജോസഫും നിത്യരോഗികളാണ്. മാസത്തിൽ വൻതുക ഇവരുടെ ചികിത്സയ്ക്ക് വേണ്ടിവരുന്നു. പിന്നെ 2 പേർക്കും ഒരു പണിയെടുക്കാൻ പറ്റില്ല. പിന്നെ പിള്ളേർ അവരുടെ ചിലവ് കഴിഞ്ഞിട്ട് വേണ്ട തരാൻ. പിന്നെ ഇപ്പം എന്താ പറയാനാ?
നമ്മളെന്തായാലും വന്നിട്ട് കാര്യമുണ്ട് ഇവിടെ ഇരുന്ന്. ഞാൻ പണിയെടുക്കാൻ പറ്റിയല്ല. ഇപ്പോൾ ഒരാനുകൂല്യത്തിനും അർഹതയില്ലാത്ത പൊതുവിഭാഗം കാർഡ് ലഭിച്ചതോടെ ആശുപത്രി ചികിത്സാ ആനുകൂല്യവും ഇല്ലാതായി. ബന്ധപ്പെട്ടവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനുള്ള ആലോചനയിലാണ് ഇവർ. ജോസഫ് എന്നവർക്ക് സംഗതി മുൻപുണ്ടായിരുന്നത് APL വിഭാഗത്തിൽപ്പെട്ട കാർഡായിരുന്നു. ഇപ്പോൾ അവർക്ക് ലഭിച്ചിരിക്കുന്നത് ഏറ്റവും മുന്തിയ പൊതുവിഭാഗത്തിൽപ്പെട്ട കാർഡാണ്. അതിന്റെ കാരണമായിട്ട് അവർ ചേർത്തിരിക്കുന്നത് അവരുടെ മകന് സൈനികൻ എന്നുള്ള ഗവൺമെന്റ് ജോലി നൽകിക്കൊണ്ട് കർഷകനെ ആ തരത്തിൽ ആക്കി തീർത്തതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പൊതുവിഭാഗത്തിലുള്ള കാർഡ് കൊടുത്തിരിക്കുന്നത്. മുൻപ് അവർക്ക് പ്രയോറിറ്റി ലിസ്റ്റിൽ പേര് വരികയും അതിന് പ്രകാരം പഴയ കാർഡിൽ സീൽ വെച്ച് കൊടുക്കുകയും ചെയ്ത. പിന്നീട് അത് മാറിയതിന്റെ കാരണം എന്താണെന്ന് അറിയത്തില്ല. വേണ്ടപ്പെട്ടവർ അത് പരിശോധിച്ച സംഗതി അതിനുള്ള അനന്തര നടപടി സ്വീകരിക്കാൻ. ബെന്നി മാത്യു, വയനാട് ന്യൂസ്, പുൽപ്പള്ളി. അമ്പലവേൽ വേങ്ങച്ചാൽ LP സ്കൂളിലെ കുട്ടികൾ പഠിക്കുന്നത് കടപുഴകി വീഴാറായ കൂറ്റൻ ഈട്ടിമരത്തിന് ചുവട്ടിൽ. കോടതി നൽകിയ ഉറപ്പും പാഴായി. മരം മുറിക്കാൻ താലൂക്ക് ഓഫീസിൽ നിന്ന് അനുമതി ലഭിച്ചില്ലെന്ന് വില്ലേജ് ഓഫീസർ. ജില്ലാ കളക്ടർക്കടക്കം പലതവണ പരാതി നൽകിയിട്ടും മറിഞ്ഞു വീഴാറായ മരച്ചുവട്ടിൽ LP സ്കൂൾ കുട്ടികളെ ഇരുത്തി ജില്ലാ ഭരണകൂടം. ചുവപ്പ് നാടയുടെ കുടിലമായ കുരുക്കുകളൊന്നും വളർന്നു നിൽക്കുന്ന ഈ വലിയ മരത്തിന് അറിയില്ല. കാറ്റിൽ കടപുഴകി വിനാശം വിതച്ചേക്കാവുന്ന ഈട്ടിമരത്തെക്കുറിച്ച് വേങ്ങച്ചാൽ LP സ്കൂളിലെ പിഞ്ചുകുട്ടികൾക്കും അറിയില്ല. GLP സ്കൂളിനു വേണ്ടി പുതുതായി നിർമ്മിച്ച കെട്ടിടത്തോട് ചേർന്നാണ് വീട്ടിമരം. മരച്ചുവട്ടിലെ 2 ക്ലാസ് മുറികളിലായി 50ഓളം പിഞ്ചുകുട്ടികളുണ്ട്. വിദ്യാലയങ്ങൾക്കും കുട്ടികൾക്കും ഭീഷണിയായ പൊന്നുകായ്ക്കുന്ന മരം പോലും അടിയന്തരമായി മുറിച്ചു മാറ്റാൻ മുൻകാല സർക്കാർ ഉത്തരവുകൾ നിലവിലുള്ളപ്പോഴാണ് വില്ലേജ് ഓഫീസ്, താലൂക്ക് ഓഫീസ് തുടങ്ങിയ നൂലാമാലകളിൽ കുടുങ്ങി മരം നിൽക്കുന്നത്. ഉണങ്ങിയ ശിഖരങ്ങൾ ധാരാളമുള്ള മരത്തിൽ ചുവടുഭാഗം നിർമ്മാണ പ്രവൃത്തിക്കായി മണ്ണ് മാറ്റുക കൂടി ചെയ്തപ്പോൾ അപകടസ്ഥിതിയുടെ ആക്കം വർദ്ധിച്ചു. ഈ മാസം 12-ാം തീയതിക്കകം മരം മുറിച്ചു മാറ്റുമെന്ന് PTIക്ക് കോടതി കൊടുത്ത ഉറപ്പും വൃഥാവിലായി. അപകട ഭീഷണി ഉണ്ടാക്കുന്ന മരത്തെക്കുറിച്ച് 2 തവണ റിപ്പോർട്ട് നൽകിയെങ്കിലും അധികൃതർ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ്. സ്കൂളിന് ഭീഷണിയായിട്ട് നിൽക്കുന്നതാണ്. ഇത് മുറിഞ്ഞു മാറ്റാൻ എല്ലാ ഓഫീസുകളിലും അപേക്ഷ കൊടുത്തു, ഫോറസ്റ്റിൽ കൊടുത്തു, വില്ലേജ് ഓഫീസിൽ കൊടുത്തു, പഞ്ചായത്തിൽ കൊടുത്തു. എല്ലായിടത്തു നിന്നും മുറിച്ചു തരാമെന്ന് പറഞ്ഞെങ്കിലും ആരും ഇതുവരെ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. കുട്ടികളെ സ്കൂളിലേക്ക് വിടാൻ വലിയ പേടിയാണ്. ഈ കാറ്റും മഴയും വരുമ്പോൾ എപ്പോഴാണ് ഇത് മറിഞ്ഞു വീഴുക എന്ന് തന്നെ അറിയില്ല. അതൊരു സാഹചര്യമാണ്. ബിനേഷ് മാത്യു, വയനാട് ന്യൂസ്, അമ്പലവയൽ. വൈകിയാണെങ്കിലും കാലവർഷം ശക്തിയായി. വെള്ളം നിറഞ്ഞ പാടങ്ങളിൽ കൃഷിപ്പണി തുടങ്ങി. ട്രില്ലറുകളിൽ വയലുഴുത് പാകമാക്കുന്ന ജോലികളാണ് തുടങ്ങിയത്. ഞാറ്റടി പറിച്ചു നടാൻ ഒരുങ്ങി നിൽക്കുകയാണ്. 2 ദിവസം തുടർച്ചയായി മഴ പെയ്തത് കർഷകർക്ക് ആശ്വാസമായി. കർക്കിടകം തുടങ്ങും വരെ മഴ പെയ്യാൻ മടിച്ചു നിന്നത് നെൽകർഷകരെ കടുത്ത ആശങ്കയിലാക്കിയിരുന്നു. മോട്ടോർ ഉപയോഗിച്ച് വെള്ളമടിച്ചാണ് പല കർഷകരും ഞാറ്റടി തയ്യാറാക്കിയത്. എന്നാൽ ഞാറ് പറിച്ചു നടാനും വയലൊരുക്കാനും യഥാസമയം മഴ കിട്ടാത്തത് തടസ്സമായി. പ്രതികൂല കാലാവസ്ഥ കാരണം പല കർഷകരും കൃഷിയിറക്കാൻ മടിച്ചു നിൽക്കുകയായിരുന്നു. 2 ദിവസമായി തോരാതെ പെയ്ത മഴയിൽ പാടങ്ങളിൽ വെള്ളം നിറഞ്ഞു. പ്രതീക്ഷയോടെ വയലിലിറങ്ങാൻ മഴ പ്രചോദനമായി. വയനാടിന്റെ ജലസംഭരണികളായ വയലുകളെ ജീവസുറ്റതാക്കാൻ കർഷകർ നടത്തുന്ന യത്നങ്ങൾ പലപ്പോഴും ഉത്തരവാദപ്പെട്ടവർ കാണാതെ പോവുകയാണ്. കർഷകനെ ജീവന്റെ രക്ഷകരായി കാണുന്ന മനോഭാവം ശക്തിപ്പെടുത്താൻ കാലമായി. ഇക്കൊല്ലത്തെ ഉടക്കിൻ്റെ ഇതൊക്കെ ആയിട്ട് കാലവർഷം വൈകിയെത്തുന്നതും മഴക്കാലമായിട്ടും തന്നെ ഇപ്പോൾ തോട്ടിലൊന്നും വെള്ളം കയറിയിട്ടില്ല. ഇതാ സ്ഥിതി. അതനുസരിച്ച് കൃഷി വൈകുമല്ലേ. ഇപ്പോൾ 2 ദിവസമായിട്ടുള്ള മഴ കൊണ്ടാണ്. 2 ദിവസമായിട്ടുള്ള മഴയായാലും കാര്യമായിട്ട് വെള്ളം കയറിയിട്ടില്ല. വയലിൽ കാര്യമായിട്ട് വെള്ളം കയറിയിട്ടില്ല. ഇപ്പോഴും കണ്ടില്ലേ, പണ്ടൊക്കെ ഒരു 5-8 വർഷം മുന്നൊക്കെ ഇതിലൊക്കെ കൂടിയിട്ട്. AP ഷാജി, വയനാട് ന്യൂസ്, ചീരാൻ. പുൽപ്പള്ളി മാർക്കറ്റിൽ മാംസവില വർദ്ധിപ്പിച്ചത് കുറയ്ക്കാൻ പഞ്ചായത്ത് മോണിറ്ററിംഗ് കമ്മിറ്റി തീരുമാനിച്ചു. ബീഫ്, പന്നി, കോഴി എന്നിവയുടെ വർദ്ധിപ്പിച്ച വില കുറച്ചതായി ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. മാർക്കറ്റ് ഉടമകൾ അന്യായമായി ഇറച്ചിക്ക് വില വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് നാട്ടുകാർ പ്രതിഷേധിച്ചതോടെയാണ് ഇന്നു മുതൽ വർദ്ധിപ്പിച്ച വില കുറയ്ക്കാൻ പഞ്ചായത്ത് മോണിറ്ററിംഗ് കമ്മിറ്റി തീരുമാനിച്ചത്. ബീഫിന് 280 രൂപ ഉണ്ടായിരുന്നത് 250 രൂപയാക്കാനും പന്നി 220 നിന്ന് 200 രൂപയാക്കാനും മോണിറ്ററിംഗ് കമ്മിറ്റി നിർദ്ദേശം നൽകി. ഒരാഴ്ചയായി ഇറച്ചി വില വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് നാട്ടുകാരും മാർക്കറ്റ് ഉടമകളും തമ്മിലുണ്ടായ സംഘർഷത്തെ തുടർന്നാണ് ഗ്രാമപഞ്ചായത്ത് പ്രശ്നത്തിലിടപെട്ട് ഇരു കൂട്ടരുമായി ചർച്ച നടത്തി പ്രശ്നത്തിന് പരിഹാരം കണ്ടത്. നേന്ത്രക്കായ വിലയിലെ അസ്ഥിരത കർഷകർക്കും ചെറുകിട വ്യാപാരികൾക്കും വരുത്തിവെക്കുന്നത് കനത്ത നഷ്ടം. 2 ആഴ്ചയ്ക്കിടെ ജില്ലയിൽ നടന്ന നേന്ത്രക്കായ ഇടപാടുകളിൽ നഷ്ടം പറ്റാത്ത കച്ചവടക്കാരും കർഷകരും കുറവാണ്. ദിനംപ്രതി മാറിമറിയുകയാണ് ജില്ലയിലെ നേന്ത്രക്കായ വില. മേൽത്തരം നേന്ത്രക്കായ കിലോഗ്രാമിന് 24 രൂപ നിരക്കിലാണ് ഈ മാസം ആദ്യം കച്ചവടക്കാർ വാങ്ങിയത്. ഈ വിലയ്ക്ക് കുലകുത്തിയ കർഷകരെല്ലാം തൊട്ടടുത്ത ദിവസങ്ങളിൽ ആശങ്കയിലായി. ദിവസങ്ങൾക്കുള്ളിൽ വില കിലോഗ്രാമിന് 43 രൂപ വരെ ഉയർന്നു.
ഈ വില തുടരുകയും വർദ്ധിക്കുകയോ ചെയ്യുമെന്ന ചിന്തയിൽ വിളവെടുപ്പ് മാറ്റിവെച്ചവരും ഗതികേടിലായി. കഴിഞ്ഞ വെള്ളി ശനി ദിവസങ്ങളിൽ വില ഫസ്റ്റ് ക്വാളിറ്റിക്ക് കിലോഗ്രാമിന് 43ഉം സെക്കൻഡ് ക്വാളിറ്റിക്ക് 31 രൂപയുമായിരുന്നു യഥാക്രമം. ഇത് 33, 24 രൂപയായി കൂപ്പുകുത്തി. കിലോഗ്രാമിന് 43 രൂപ വില വന്നപ്പോൾ കുല കൊത്താൻ കഴിയാത്തതിലുള്ള സങ്കടത്തിലാണ് വിളവെടുപ്പിന് ഭാഗമായ നേന്ത്രവാഴ തോപ്പുള്ളവർ. വില ഇനിയും കുറഞ്ഞേക്കുമെന്ന ആകുലതയും ഇവരെ അലട്ടുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ കനത്ത നഷ്ടമാണ് ചെറുകിട നേന്ത്രക്കുല കച്ചവടക്കാർക്കുണ്ടായത്. വില ഉയരുമെന്ന പ്രതീക്ഷയിൽ കുലകൾ 1-2 ദിവസം പിടിച്ചുവെച്ചവർക്കാണ് കൂടുതൽ നഷ്ടം സംഭവിച്ചത്. കിലോഗ്രാമിന് 43 രൂപയ്ക്ക് വാങ്ങിയ കുല 10 രൂപ വരെ നഷ്ടത്തിൽ വിൽക്കേണ്ടി വന്നു. എറണാകുളം, തൃശൂർ മാർക്കറ്റുകളിലേക്കാണ് ജില്ലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന നേന്ത്രക്കുലകളിൽ ഏറെയും കയറ്റിവിടുന്നത്. വില കൂടിയതിനെ തുടർന്ന് മൊത്ത വ്യാപാര വിപണികളിൽ 100 കണക്കിന് ലോഡ് നേന്ത്രക്കുല എത്തിയതാണ് പെടുതനെയുണ്ടായ വിലയിടിവിന് കാരണമെന്ന് ചെറുകിട വ്യാപാരികളിലെ ഒരു വിഭാഗം പറയുന്നു. എന്നാൽ മൊത്ത വ്യാപാരികൾ ആസൂത്രിതമായി പൊടുന്നനെ വില കുറയ്ക്കുകയാണെന്ന സംശയവുമുണ്ട്. നെൽകൃഷി ആദായകരമല്ലാതായതോടെയാണ് പാടങ്ങളിൽ വൻതോതിൽ വാഴകൃഷിക്ക് വഴിമാറിയത്. മാനന്തവാടി താലൂക്കിലാണ് ജില്ലയിലെ വാഴ കർഷകർ കൂടുതലും. വൈത്തിരി താലൂക്കാണ് 2ാം സ്ഥാനത്ത്. അനുപൂർഗീസ്, വയനാട് ന്യൂസ്, കൽപ്പറ്റ. മഴക്കാലമായിട്ട് പോലും ശമ്പളം നിഷേധിച്ച എസ്റ്റേറ്റ് മാനേജ്മെന്റ് നിലപാടിനെതിരെ തൊഴിലാളികൾ നടത്തിയ സമരം വിജയം കണ്ടു. കൽപ്പറ്റ പുൽപ്പാറ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ തൊഴിലാളികളാണ് ആനുകൂല്യ നിഷേധത്തിനെതിരെ സമരം നടത്തി വിജയം നേടിയത്. 3 മാസക്കാലമായി ഇവിടുത്തെ തൊഴിലാളികൾക്ക് ശമ്പളം ലഭിച്ചിട്ട്. കഴിഞ്ഞ 6 വർഷമായി മെഡിക്കൽ അലവൻസും 7 വർഷമായി ഗ്രാറ്റുവിറ്റിയും ലഭിച്ചിട്ടില്ല. എൽസ്റ്റൺ എസ്റ്റേറ്റ് പാടികളുടെ അവസ്ഥയും പരിതാപകരമാണ്. നിരവധി തവണ പരാതികൾ പറഞ്ഞ് മടുത്ത തൊഴിലാളികൾ ഇന്ന് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പണിമുടക്കി എസ്റ്റേറ്റ് മാനേജറുടെ ഓഫീസ് ഉപരോധിച്ചു. ഉപരോധ സമരം CIT നേതാവ് പി ഗഗാറിൻ ഉദ്ഘാടനം ചെയ്തു. ഈ 1.5 കൊല്ലത്തിനിടയിൽ അയാൾ ഒരിക്കൽ പോലും വന്ന് യൂണിയൻ നേതൃത്വമായിട്ട് ചർച്ച ചെയ്യാൻ അയാൾ തയ്യാറായിട്ടില്ല. നേരം കിട്ടിയിട്ടില്ല. എപ്പോൾ വിളിച്ചാലും നിരവധി കാര്യങ്ങൾ പറഞ്ഞ് ഒഴിയുന്ന രീതിയാണ് സ്വീകരിക്കുക. ഉച്ചയ്ക്ക് ശേഷം ലേബർ ഓഫീസറുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ മെയ് മാസത്തെ ശമ്പളം ഇന്ന് നൽകാനും ജൂണിലെ ശമ്പളം ഈ മാസം 31 നൽകാനും ബോണസ് 28 നൽകാനും തീരുമാനമായി. ചർച്ചയിൽ പി ആലി, PK അനിൽകുമാർ, പി ഗഗാറിൻ, NO ദേവസ്യ, സാം പി മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു. വയനാട് ന്യൂസ്, കൽപ്പറ്റ. ചീരാൽ പ്രദേശം കാട്ടാന ഭീതിയിൽ. സന്ധ്യമയങ്ങിയാൽ ജനവാസ കേന്ദ്രത്തിലിറങ്ങുന്ന ആന കാട്ടിലേക്ക് മടങ്ങുന്നത് പുലർച്ചെയോടെ. പ്രദേശത്ത് കാർഷിക വിളകൾ നശിപ്പിക്കുന്നതിനോടൊപ്പം മനുഷ്യജീവനും കാട്ടാന ഭീഷണിയാവുകയാണ്. രാത്രിയായാൽ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് പ്രദേശവാസികൾ. ചീരാൽ, ഈസ്റ്റ് ചീരാൽ പ്രദേശവാസികളാണ് വന്യമൃഗശല്യത്തിൽ പൊറുതിമുട്ടിയിരിക്കുന്നത്. ഈസ്റ്റ് ചീരാൽ എടപ്പാട്ട് അബുവിന്റെ കമ്പിവേലി തകർത്താണ് കാട്ടാന കവുങ്ങ്, വാഴ ഉൾപ്പെടെ കൃഷികൾ നശിപ്പിച്ചത്. ഈസ്റ്റ് ചീരാൽ കെയർ ഹോമിലെ കാർഷിക വിളകളും ആന നശിപ്പിച്ചു. എറമ്പത്ത് അബുവിന്റെ കൃഷിസ്ഥലത്തെ വാഴകളും കാറ്റാടി അടക്കം മരങ്ങളും മറച്ചിട്ടു. ഈസ്റ്റ് ചീരാൽ മാധവന്റെ തെങ്ങും ആന മറച്ചിട്ടു. തുടർച്ചയായി ആന ഇറങ്ങുന്നത് പ്രദേശവാസികളെ ഭീതിയിലാക്കിയിരിക്കുകയാണ്. നൂൽപ്പുഴ വനാതിർത്തിയിൽ ഫെൻസിംഗ് ശക്തമാക്കി കാട്ടാന ജനവാസ കേന്ദ്രത്തിലിറങ്ങുന്നത് പ്രതിരോധിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. ആന വന്ന് ഇവിടെ കൃഷിയെല്ലാം നശിപ്പിക്കുകയാണ്. ഇപ്പോൾ നൂൽപ്പുഴ ഫോറസ്റ്റിൽ നിന്ന് ഇറങ്ങി വന്ന് ഇവിടെ കൃഷിയെല്ലാം വ്യാപകമായി നശിപ്പിക്കുകയാണ്. കേബിൾ TV, കേബിള്, അതുപോലെ ലൈന്, അതുപോലെ കമ്പിവേലികൾ, തെങ്ങ്, വാഴ എല്ലാം നശിപ്പിച്ചു. ഇതിന് പരിഹാരമായി ഒന്നും ഇതുവരെ അധികാരികൾ കണ്ണു തുറന്നിട്ടില്ല. 2 പ്രാവശ്യം ഇപ്പോൾ വന്നു. വാഴ, കാറ്റാടി, കഴുങ്ങുന്തൈയൊക്കെ നശിപ്പിച്ചു. ഇപ്പോൾ രാത്രിയാൽ പുറത്തിറങ്ങാൻ പേടിയാണ്. AP ഷാജി, വയനാട് ന്യൂസ്, ചീരാൽ. പനമരം പഞ്ചായത്തിലെ കെല്ലൂർ മാനാഞ്ചിറയിൽ ആരംഭിച്ച സിവിൽ സപ്ലൈസ് ഗോഡൌൺ പീച്ചങ്കോട്ടേക്ക് മാറ്റാൻ ചിലർ നടത്തുന്ന നീക്കത്തിന് പിന്നിൽ അഴിമതിയുണ്ടെന്ന് പ്രദേശവാസികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഗോഡൌൺ മാറ്റിയാൽ ഭക്ഷ്യസാധനങ്ങൾ കൊണ്ടുപോകുന്നത് തടയുമെന്ന് ഇവർ പറഞ്ഞു. സംഭരണശേഷി കുറവുള്ള സ്ഥലത്തേക്ക് ഗോഡൌൺ മാറ്റുന്നതിനെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. വാർത്താസമ്മേളനത്തിൽ PK ബാലസുബ്രഹ്മണ്യൻ, CH ഷിഹാബ്, PK റിയാസ്, KM നവാസ്, റഷീദ് കുനിയിൽ, CV ലത്തീഫ് എന്നിവർ പങ്കെടുത്തു. ഈ കമ്മിറ്റി സ്ഥാപിച്ചതിന് ശേഷം ഇപ്പോൾ ഈ ഗോഡൌൺ ഒരു സ്വകാര്യ വ്യക്തിയുടെ താല്പര്യത്തിന് വേണ്ടി പീച്ചങ്കോടുള്ള ഒരു കെട്ടിടത്തിലേക്ക് മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അവിടെ കേവലം 3000 സ്ക്വയർ ഫീറ്റ് സൗകര്യമുള്ളൂ. അതായത് കുറച്ച് ഒരു 25 ലോഡ് സാധനം ഇറക്കിയാൽ ആ കെട്ടിടം 200 ലോഡ് സാധനങ്ങൾ ഇറക്കാൻ ശേഷിയുള്ള സ്ഥലമായിരിക്കണം ഗോഡൌൺ പ്രവർത്തിക്കേണ്ടതെന്നിരിക്കെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ റെയിൽവേ ഉൾപ്പെടെ വിഷയങ്ങളിൽ വയനാടിനെ അവഗണിക്കുകയാണെന്ന് KPCC സെക്രട്ടറി KK അബ്രഹാം. ഇതിനു പുറമെ വന്യജീവി ശല്യം, ആരോഗ്യമേഖലയടക്കം വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാർ വയനാടിനെ അവഗണിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു.
മുള്ളൻകൊല്ലി മണ്ഡലം UDF കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിലമ്പൂർ നഞ്ചൻകോട് റെയിൽവേ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 22-ന് IC ബാലകൃഷ്ണൻ MLA-യുടെ നേതൃത്വത്തിൽ ബത്തേരി സ്വതന്ത്ര മൈതാനിയിൽ നടക്കുന്ന കൂട്ട ഉപവാസം വിജയിപ്പിക്കാനും മുള്ളൻകൊല്ലി പഞ്ചായത്തിൽ 500ഓളം പ്രവർത്തകരെ പങ്കെടുപ്പിക്കാനും തീരുമാനിച്ചു. വർഗീസ് മുരിയൻകാവിൽ അധ്യക്ഷനായിരുന്നു. KL പൗലോസ് മുഖ്യപ്രഭാഷണം നടത്തി. KM അബ്രഹാം, KA അസീസ്, KA സ്കറിയ, ജോസഫ് പെരുവേലി, ജോയി വാഴയിൽ, സെബാസ്റ്റ്യൻ പുലിക്കുത്തി, അഗസ്ത്യ പുത്തൻപുര, ഗിരിജാകൃഷ്ണൻ, ശിവരാമൻ പാറക്കുരി, മാത്യു ഉണ്ണിയപ്പള്ളി, VT തോമസ്, സാജൻ കടുപ്പിൽ, ബിജു പുലിക്കുടിയിൽ, ബാലചന്ദ്രൻ, രാജു പുതുപ്പറമ്പിൽ, മാത്യു എന്നിവർ സംസാരിച്ചു. നമുക്ക് അവകാശപ്പെട്ട നമുക്ക് കിട്ടേണ്ട നമ്മുടെ റെയിൽവേ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹിത്യ കാര്യങ്ങൾ നിൽക്കുന്നു. വന്യമൃഗശല്യം കൊണ്ട് നമ്മുടെ ജനങ്ങൾ പൊറുതിമുട്ടുമ്പോൾ നമ്മുടെ ഗവൺമെന്റിന്റെ കാലത്ത് നമ്മൾ ആരംഭിച്ചു വെച്ച പരിപാടികളെല്ലാം അതെല്ലാം മുടക്കിയിരിക്കുന്നു. കർഷകൻ കടക്കണി കൊണ്ട് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവന് വേണ്ടി ചെറുവിരൽ അനക്കാൻ വേണ്ടി തയ്യാറാകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ആളുകളെന്ന് കിടഞ്ഞു വീണ് മരിക്കുന്ന സാഹചര്യം, അസുഖമൊന്നും കിടഞ്ഞു വീണ് മരിക്കുന്നു. വയനാടിന് പുറത്തേക്ക് പോകുന്ന സ്ഥിതിവിശേഷം നിലനിൽക്കുന്നു. നമ്മുടെ ആഗ്രഹമായിരുന്നു, നമ്മുടെ അവകാശമായിരുന്നു നമ്മുടെ മെഡിക്കൽ കോളേജ്. ആ മെഡിക്കൽ കോളേജ് നമുക്ക് ഇല്ലാതാക്കിയിരിക്കുന്നു. വയനാട് ന്യൂസ് പുൽപ്പള്ളി. സംസ്ഥാന ഗവൺമെന്റ് വയനാടിനോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ പ്രക്ഷോഭവുമായി UDF രംഗത്ത്. ആദ്യഘട്ടമെന്ന നിലയിൽ ഈ മാസം 22-ന് ബത്തേരിയിൽ ഏകദിന കൂട്ട ഉപവാസം സംഘടിപ്പിക്കും. അവഗണന അവസാനിപ്പിച്ചില്ലെങ്കിൽ സമരം സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റുമെന്നും നേതാക്കൾ. വയനാട് നിലമ്പൂർ റെയിൽവേ അട്ടിമറിക്കാനുള്ള നീക്കം അവസാനിപ്പിക്കുക, വന്യമൃഗശല്യങ്ങളിൽ നിന്നും കർഷകർക്ക് സംരക്ഷണം നൽകുക, കർഷകരുടെ കടങ്ങൾ എഴുതിത്തള്ളുക, മെഡിക്കൽ കോളേജ് ചുരം ബദൽ റോഡ് യാഥാർത്ഥ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് UDF പ്രക്ഷോഭം ആരംഭിക്കുന്നത്. വയനാടിന്റെ വികസന കാര്യങ്ങളിൽ ജില്ലയെ അവഗണിക്കുന്ന നിലപാടാണ് സർക്കാർ കാണിക്കുന്നതെന്ന് നേതാക്കൾ ആരോപിച്ചു. ഈ സാഹചര്യത്തിലാണ് ശക്തമായ പ്രക്ഷോഭമായി രംഗത്ത് വരാൻ UDF തീരുമാനിച്ചത്. ഇതിന്റെ ആദ്യഘട്ടമെന്ന നിലയിൽ 22-ന് ശനിയാഴ്ച ബത്തേരി സ്വതന്ത്ര മൈതാനിയിൽ IC ബാലകൃഷ്ണൻ MLA-യുടെ നേതൃത്വത്തിൽ UDF നേതാക്കളും ജനപ്രതിനിധികളും ഏകദിന കൂട്ട ഉപവാസം നടത്തും. ഇതുകൊണ്ടും പ്രശ്നത്തിന് പരിഹാരമായില്ലെങ്കിൽ സമരം സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റുമെന്നും നേതാക്കൾ പറഞ്ഞു. കൂട്ടോപവാസം വണ്ടൂർ MLA AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. ആധ്യാത്മിക, സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ സമരത്തിൽ പങ്കെടുത്ത് സംസാരിക്കുമെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വയനാട്ടിലെ ജനങ്ങളുടെ ജീവൽപ്രധാനമായ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണി സുൽത്താൻ ബത്തേരി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 22/7/2017 ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ നിയോജകമണ്ഡലം MLA ശ്രീ IC ബാലകൃഷ്ണൻ നേതൃത്വത്തിൽ UDF നേതാക്കളും ജനപ്രതിനിധികളും സഹകരണ സ്ഥാപന ഡയറക്ടർമാരും സുൽത്താൻ ബത്തേരി സ്വതന്ത്ര മൈതാനിയിൽ. വയനാട് ന്യൂസ് ബത്തേരി. നബാർഡിന്റെ ജലം ജീവനാണ് യജ്ഞത്തിന്റെ ഭാഗമായി മാനന്തവാടിയിൽ സംഘടിപ്പിച്ച ജൽ സംവാദ് ജലസംരക്ഷണത്തിനുള്ള പുതിയ പദ്ധതി നിർദ്ദേശങ്ങളുടെ വേദിയായി. ഇന്ത്യയിലെ 1 ലക്ഷത്തിൽ പരം ഗ്രാമങ്ങളിൽ 8000-ലധികം വരുന്ന കൃഷി ജലദൂതുകളുടെ നേതൃത്വത്തിൽ ജലവിഭവ പഠനം പൂർത്തീകരിച്ചു. കേരളത്തിൽ 8 ജില്ലകളിലായി 150 ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളിലാണ് ജലസംരക്ഷണ യജ്ഞം നടത്തിയത്. ഇതിന്റെ ഭാഗമായാണ് മാനന്തവാടിയിൽ വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ വെച്ച് ജൽ സംവാദ് സംഘടിപ്പിച്ചത്. വയനാട് ജില്ലയിലെ 3 മുനിസിപ്പാലിറ്റികളും 17 ഗ്രാമപഞ്ചായത്തുകളിലും വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി, സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ, ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റി, ശ്രേയസ്, ഫ്ലെയിം കേരള എന്നീ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ 420 ഗ്രാമങ്ങളിൽ ജലവിഭവ പഠനം നടത്തിയിരുന്നു. പഠനത്തിന്റെ കണ്ടെത്തലുകൾ പരിപാടിയിൽ അവതരിപ്പിച്ചു. വയനാട് ജില്ലയ്ക്ക് വേണ്ടി ഒരു ജലവിഭവ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനാണ് ജൽ സംവാദ് 2017 സംഘടിപ്പിച്ചത്. നബാർഡ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ PT ഉഷ ഉദ്ഘാടനം ചെയ്തു. എടവക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ വിജയൻ പഠന റിപ്പോർട്ട് പ്രകാശനം ചെയ്തു. ജലനിധി റീജിയണൽ ഡയറക്ടർ C ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. പരിസ്ഥിതി വിദ്യാഭ്യാസ കേന്ദ്രത്തിലെ ഗവേഷക T മഞ്ജുഷ പദ്ധതി വിശദീകരിച്ചു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ S ഉണ്ണികൃഷ്ണൻ നായർ, ലീഡ് ബാങ്ക് മാനേജർ MD ശ്യാമള, കുടുംബശ്രീ മിഷൻ ജില്ലാ കോർഡിനേറ്റർ P സാജിദ, ജില്ലാ മൃഗസംരക്ഷണ വകുപ്പ് ഓഫീസർ ഡോക്ടർ ഗീത, MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ ഹെഡ് ബാലകൃഷ്ണൻ, ശ്രേയസ് ഡയറക്ടർ സെബാസ്റ്റ്യൻ, ഫ്ലെയിം കേരള ഡയറക്ടർ P ജോയി എന്നിവർ ജലസംരക്ഷണ പദ്ധതി ആസൂത്രണം സംബന്ധിച്ച് വിഷയാവതരണം നടത്തി. വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി ഡയറക്ടർ ഫാദർ ബിജോ കറുകപ്പള്ളിയിൽ അധ്യക്ഷത വഹിച്ചു. നബാർഡ് AGM NS സജികുമാർ, ജലദൂത് മാസ്റ്റർ ട്രെയിനി NK ചാക്കോച്ചൻ, വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി പ്രോഗ്രാം ഓഫീസർ PA ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. ഇത് നടപ്പിലാക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇത്രയധികം ഒരു ആവേശത്തോടു കൂടി മുഴുവൻ ജനവിഭാഗങ്ങളും ഈ ഒരു
പരിപാടിയെ ഏറ്റെടുത്ത് അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഒരു അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു. ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക, ജലസ്രോതസ്സുകളുടെ മാപ്പിംഗ് നടത്തുക, അതിൻ്റെ ഭാവിയിൽ അതിനെ എങ്ങനെയൊക്കെ അതിനെ ഉപയോഗപ്പെടുത്താം, സംരക്ഷിക്കാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതിനനുസരിച്ചിട്ട് ഭാവി പരിപാടികൾ തയ്യാറാക്കുക. ബിജു കിഴക്കേടം, വയനാട് ന്യൂസ്, മാനന്തവാടി. സ്കൂളുകളിൽ നടപ്പാക്കുന്ന ജൈവ വൈവിധ്യ ഉദ്യാന പദ്ധതിക്ക് ജില്ലയിൽ തുടക്കമായി. ജൈവ വൈവിധ്യത്തിന്റെ പ്രാധാന്യം കുട്ടികളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് SSIയും സോഷ്യൽ ഫോറസ്ട്രിയും സംയുക്തമായി സ്കൂളിൽ പദ്ധതി നടപ്പാക്കുന്നത്. ബത്തേരി ഗവൺമെന്റ് സർവജന സ്കൂളിലാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ജൈവവൈവിധ്യത്തിന്റെ പ്രാധാന്യം കുട്ടികളിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂൾ അങ്കണത്തിൽ തന്നെ ഇത്തരമൊരു ഉദ്യാനം നിർമ്മിക്കാൻ കാരണം. സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന ജൈവ വൈവിധ്യത്തിന്റെ ഉദ്ഘാടനം ബത്തേരി സർവജന ഗവൺമെന്റ് സ്കൂളിൽ നടന്നു. സ്കൂൾ കോമ്പൗണ്ടിൽ പ്രത്യേകമായി ജൈവ വൈവിധ്യ ഉദ്യാനം ക്രമീകരിച്ച് അവിടേക്ക് ജീവജാലങ്ങളെ ആകർഷിക്കുക, അതുവഴി പ്രകൃതിയുടെ ആവാസവ്യവസ്ഥ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം വെക്കുന്നത്. ആര്യവേപ്പ്, വേങ്ങ, കണിക്കൊന്ന തുടങ്ങിയ നിരവധി വൃക്ഷങ്ങളും ഔഷധസസ്യങ്ങളുമാണ് ഉദ്യാനത്തിൽ നട്ടുപരിപാലിക്കുന്നത്. ഇതിന്റെ പരിപാലനവും വിദ്യാർത്ഥികൾ തന്നെയാണ്. ഉദ്യാനത്തിൽ തോണിയുടെ മാതൃകയിൽ തീർത്ത കുളവും ശ്രദ്ധേയമാണ്. SSIയും സോഷ്യൽ ഫോറസ്ട്രിയും സംയുക്തമായാണ് സ്കൂളുകളിൽ പദ്ധതി നടപ്പാക്കുക. പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ CK സഹദേവൻ നിർവഹിച്ചു. സോഷ്യൽ ഫോറസ്ട്രി ACF ഷജ്ന മുഖ്യാതിഥിയായിരുന്നു. പ്രകൃതി സംരക്ഷിക്കപ്പെടണം എന്ന ഒരു തലത്തിലേക്ക് ഈ പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രകൃതി നമ്മുടെ ജീവനെ നിലനിർത്താൻ എത്രമാത്രം പങ്കുവഹിക്കുന്നുണ്ട്, പ്രകൃതി ഇല്ലാതെ നമ്മുടെ ജീവൻ നിലനിൽക്കില്ല എന്ന ഒരു അവബോധത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ മാറുന്നതിന് ഈ ഇടപെടലുകൾ വലിയ സഹായകരമായി മാറിയിട്ടുണ്ട്. വയനാട് ന്യൂസ്, ബത്തേരി. ഭരണകക്ഷിയിലെ രണ്ട് പ്രധാന പാർട്ടികൾ തമ്മിലുള്ള തർക്കത്തിന്റെ ഭാഗമായി മുൻകാലങ്ങളിൽ BPL കാർഡുണ്ടായിരുന്ന ഒട്ടനവധി ആദിവാസികളും കർഷക തൊഴിലാളികളും ഇപ്പോൾ APL കാർഡ് ഉടമകളായി മാറിയെന്ന് ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ ബത്തേരി താലൂക്ക് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഇതോടെ അരിയും മറ്റ് നിത്യോപയോഗ സാധനങ്ങളും അമിത വില നൽകി വാങ്ങേണ്ട അവസ്ഥയിലാണ് സാധാരണക്കാരെന്നും ഈ നടപടി തിരുത്തണമെന്നാവശ്യപ്പെട്ട് ഓഗസ്റ്റ് 3-ന് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ബത്തേരി മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഈ കർഷക തൊഴിലാളികൾക്ക് സൗജന്യ റേഷൻ മതി. പ്ലാസ്റ്റിക് ഷീറ്റിൽ വരെ പൊതിഞ്ഞു കിടക്കുന്ന ആളുകൾ വരെ APL കാർഡാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് അടിയന്തരമായി സർക്കാർ ഇതിൽ ശ്രദ്ധ. ഇതിൽ വേറെ കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പ്രബലരായ രണ്ട് രാഷ്ട്രീയ കക്ഷികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഈ നാട്ടിലെ പാവപ്പെട്ട കർഷക തൊഴിലാളിയെയും അതുപോലെ തന്നെ പൊതുവിതരണ രംഗത്തുള്ള ഈ റേഷൻ അരി വാങ്ങി ജീവിക്കുന്നവർക്കും വലിയ ദുരന്തമാണ്. എടവക സംഘശ്രീ മിഷൻ 6ാം വാർഷികാഘോഷവും സ്വാശ്രയ സംഗമവും 22-ന് നടക്കും. സംഗമത്തോടനുബന്ധിച്ച് അവാർഡ് വിതരണവും നടക്കുമെന്ന് ഭാരവാഹികൾ മാനന്തവാടിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 22-ന് രാവിലെ എടവക പഞ്ചായത്ത് സ്വരാജ് ഹാളിൽ സംഗമം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതാരാമൻ ഉദ്ഘാടനം ചെയ്യും. പ്രായമായവരെ ആദരിക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KJ പൈലി നിർവഹിക്കും. വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികളായ KM അഗസ്റ്റ്യൻ, CP ശശിധരൻ, VV മത്തായി തുടങ്ങിയവർ സംസാരിച്ചു. സ്വാശ്രയ സംഗമം 2017 എന്ന് പറഞ്ഞ് സ്വാശ്രയ സംഗമത്തിൻ്റെ വാർഷികാഘോഷം ശനിയാഴ്ച രാവിലെ 9:30-ന് പഞ്ചായത്ത് സ്വരാജ് ഹാളിൽ വെച്ച് നടത്തപ്പെടുകയാണ്. സർക്കാർ പ്രഖ്യാപിച്ച ക്ഷേമനിധി ഉടൻ പ്രാബല്യത്തിൽ വരുത്തണമെന്ന് കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് ഫെഡറേഷൻ വയനാട് ജില്ലാ കമ്മിറ്റി രൂപീകരണ യോഗം മാനന്തവാടിയിൽ ആവശ്യപ്പെട്ടു. സംസ്ഥാന പ്രസിഡന്റ് MMK സിദ്ദീഖ് ഉദ്ഘാടനം ചെയ്തു. അർഷാദ് ചറ്റപ്പാലം അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ട്രഷറർ രത്നാകരൻ കണ്ണൂർ മുഖ്യപ്രഭാഷണം നടത്തി. CT അബ്ദുൾ കോയ, അഷ്റഫ് ഏലോട്, സൈനുദ്ദീൻ ഹനീഫ്, റഫീഖ് കൊർലാടി, അബ്ദുൾ റഹ്മാൻ കൊടുവള്ളി, വേണു മട്ടന്നൂർ, കാസിം ചെറുവത്തൂർ, സലീം പുലിപ്പാടം എന്നിവർ സംസാരിച്ചു. ഇതിൽ വാർദ്ധക്യത്തിലുള്ള ആളുകൾക്ക് അദ്ദേഹത്തിന്റെ ഉപ്പയുടെ പേരിൽ കൃത്യമായി എല്ലാ മാസവും 1-ാം തീയതി സംഘടനയുടെ പേരിലും അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ പേരിലും അദ്ദേഹം ഇൻഷുറൻസ് പോലെ അദ്ദേഹം ഓരോ ആളുകൾക്കും വാർദ്ധക്യ പെൻഷൻ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്തകൾ. ചീരാൽ AUP സ്കൂൾ PTA ജനറൽ ബോഡി യോഗവും എൻഡോൺമെന്റ് വിതരണവും സ്കൂൾ ലോഗോ പ്രകാശനവും നടത്തി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ബത്തേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സെയ്തലവി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് M സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. സ്കൂൾ മാനേജർ കുഞ്ഞിരാമൻ മുഖ്യപ്രഭാഷണം നടത്തി. സുഹറ ബഷീർ, വിനോദ്, സുലൈഖ എന്നിവർ സംസാരിച്ചു. പൊൻകുഴി ശ്രീരാമ സീതാദേവി ക്ഷേത്രത്തിൽ കർക്കിടക വാവു ബലിക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭരണസമിതി ഭാരവാഹികൾ ബത്തേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 23-ന് ഞായറാഴ്ച രാവിലെ 3:30-ന് ബലികർമ്മങ്ങൾ ആരംഭിക്കുമെന്നും ഒരേ സമയം 500 പേർക്ക് ഇരുന്ന് ബലികർമ്മങ്ങൾ നടത്താൻ പറ്റുന്ന ബലിത്തറയാണ് ഒരുക്കിയിരിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഏകദേശം 500ഓളം പേർക്ക് ഒരേ സമയത്ത് ബലിയിടാനുള്ള സൗകര്യങ്ങളും അവർക്ക് ബലികർമ്മം കഴിയുമ്പോൾ ലഘുഭക്ഷണവും
കൊടുക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. കൗണ്ടറുകളും ബലി തർപ്പണത്തിൻ്റെ സാധനങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ സപ്ലൈ ചെയ്യുവാനും എല്ലാ കാര്യങ്ങൾക്കും കമ്മിറ്റി പ്രത്യേകമായിട്ട് എല്ലാ കൗണ്ടറുകളും സജ്ജീകരിച്ചു, അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പുൽപ്പള്ളി CK രാഘവൻ മെമ്മോറിയൽ ITEയിൽ DED ക്ലാസുകൾക്ക് തുടക്കമായി. CKRM ചെയർമാൻ KR ജയറാം ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ PK രജി അധ്യക്ഷനായിരുന്നു. നീതു രഞ്ജിത്ത്, ജയശ്രീ കോളേജ് വൈസ് പ്രിൻസിപ്പൽ റാണി വർഗീസ്, സരിത, ഷെൽമി ഫിലിപ്പ് തുടങ്ങിയവർ സംസാരിച്ചു. ബത്തേരി ശ്രേയസിന്റെ നേതൃത്വത്തിൽ GST ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. GST സാധാരണക്കാരെ ഏതു വിധത്തിലാണ് ബാധിക്കുന്നതെന്നും ചരക്കുകളും സേവനങ്ങളും വിനിമയം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും സെമിനാറിൽ പ്രതിപാദിച്ചു. ടാക്സ് പ്രാക്ടീഷണർ സന്തോഷ് ക്ലാസ് നയിച്ചു. എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഡ്വക്കേറ്റ് ബെന്നി ഇടയത്ത്, അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ തോമസ് പുനമഠത്തിൽ, പ്രോഗ്രാം ഓഫീസർ PB ശശികുമാർ, കേന്ദ്ര മേഖലാതല സ്റ്റാഫ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ ഡിക്ലറേഷൻ എന്ന് പറയും അതിന്റെ ടാക്സ് അടക്കം അടച്ച ശേഷമാണ് ഗുഡ്സ് റോഡിലൂടെ മൂവ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ലോക്കൽ മൂവ്മെന്റ് ആണെങ്കിൽ അതിനൊക്കെ ലോക്കൽ ഡെലിവറി എന്ന് പറഞ്ഞ ഒരു സംവിധാനമുണ്ട്. ബില്ല് ഇൻവോയ്സ് ഉണ്ടാവണം, ലോക്കൽ ഡെലിവറി ഉണ്ടാവണം. ഒരു ചെറുകിടക്കാരന് പോലും മറ്റൊരു സ്ഥലത്ത് നിന്ന് സാധനം എടുത്തുകൊണ്ട് വരുമ്പോൾ അതിന് ബില്ല് വേണം, ലോക്കൽ ഡെലിവറി വേണം. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാംനാഥ് കോവിന്ദ് ഇന്ത്യയുടെ 14ാമത് രാഷ്ട്രപതി. വിജയം 65.65% വോട്ട് നേടി. ഗുജറാത്ത്, ഗോവ, ചണ്ഡീഗഡ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ചേരിമാറി വോട്ട് ചെയ്തു. മീരാകുമാറിന് കേരളത്തിൽ മാത്രം ഭൂരിപക്ഷം. ഡാമിൽ കാണാതായ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെടുത്തു. ഇന്ന് കണ്ടെത്തിയത് കോഴിക്കോട് നെല്ലിപ്പൊയിൽ കാട്ടിലിടത്ത് സച്ചിൻ ചന്ദ്രന്റെ മൃതദേഹം. ബിവറേജ് വിരുദ്ധ സമരം കേസിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടക്കം 11 പേർക്ക് ജാമ്യം. തോരാമഴയത്തും തോടുപുറമ്പോക്കിൽ വെള്ളപ്പൊക്ക ഭീഷണിയിൽ ആദിവാസി കുടുംബം. അരയ്ക്ക് താഴെ തളർന്ന വൃദ്ധയുമായി പോംവഴിയില്ലാതെ കുടുംബം കർക്കിടക മഴയിൽ. കൃഷി ചെയ്ത് ജീവിക്കുന്നയാൾ പുതിയ റേഷൻ കാർഡിൽ സൈനികൻ. പാവം കാർഡുടമ യോഗ്യതാ ലിസ്റ്റിൽ നിന്ന് പുറത്ത്. വൈകിയെങ്കിലും കാലവർഷത്തിൽ മതിമറന്ന് കർഷകർ. വെള്ളം നിറഞ്ഞ പാടങ്ങളിൽ എങ്ങും നിലമൊരുക്കം. റെയിൽവേ അടക്കം വിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ വയനാടിനെ അവഗണിക്കുകയാണെന്ന് KK എബ്രഹാം. ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.